അപ്പം ഞാൻ പണ്ടൊന്ന് വീണു. ഞാൻ വീണ സമയത്ത് 6 മാസത്തേക്ക് ഒരു രക്ഷയില്ല, ഭയങ്കര ബാക്ക് പെയിൻ, ഇരിക്കാൻ പറ്റുന്നില്ല. ആദ്യം അത് പതുക്കെ തുടങ്ങി, പിന്നെ അത് കാലിലോട്ട് പടർന്നു, മുകളിലോട്ട് പോയി. എൻ്റെ സ്പൈനിൽ ഭയങ്കര വേദനയായിരുന്നു. ഞാനൊരു മർമ്മ വൈദ്യൻ്റെ അടുത്താണ് പോയത്. അപ്പം പുള്ളി പിടിച്ചിട്ടു. എനിക്ക് അന്ന് തന്നെ വേദന മാറി. പിന്നെ എനിക്ക് പ്രശ്നം ഒരിക്കലും പിന്നെ ഉണ്ടായില്ല. എനിക്കത് വീണത്താന്ന് എനിക്കറിയാം. ഞാനൊരു സ്റ്റെപ്പിലോട്ട് ഇരുന്ന് വീഴുക ചെയ്തത്. ശരിക്കും ഇത് ഇങ്ങനെയുള്ള ആയുർവേദ ഇതിൽ നമ്മളിതിന് പോകാറായിട്ടുണ്ട്. അപ്പം പോകാറുണ്ട്. ഏത് പോയിന്റിലാണ് ആയുർവേദ അല്ല നമ്മൾ ചെയ്യേണ്ടത്, അലോപ്പതി മാത്രമേ ഇതിനുള്ളൂ എന്നുള്ളത് മനസ്സിലാവുന്നൊരു പോയിന്റ് ഏതാണ്? ജനറലി ഡിപ്പെൻസ് ഓൺ ദ സിവിയറിറ്റി ഓഫ് ഇഞ്ചുറി. അതായത് ഇപ്പം താങ്കൾക്ക് വന്നത് ചെറിയ സ്ട്രെയിൻ ആയിരിക്കാം, നമുക്കറിയില്ല, ഇപ്പോഴും നമ്മൾ ഡയഗ്നോസിസ് ഇല്ല. ചെറിയ ചതവാവാം, അല്ലെങ്കിൽ മസിലിനുള്ള ചെറിയ സ്ട്രെയിൻ ആവാം, ബാക്ക് പാരസ്പൈനൽ മസിൽ, അതായത് നട്ടലിനുള്ള. ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന പെയിൻ തന്നെയാണ്. പക്ഷേ ഇതൊരു ഫ്രാക്ചർ ആയിരുന്നെങ്കിലോ? ഫ്രാക്ചർ ആയിരുന്നെങ്കിൽ നമ്മൾ റിസൾട്ട് ഇതുപോലെ ആയിരിക്കില്ല. ഈവൻ തളർന്നു പോകുന്ന ആൾക്കാരുണ്ട്, കൈയും കാലും തളർന്നു പോകുന്ന, നട്ടലിന് ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ. അപ്പം ഡിപ്പെൻസ് ഓൺ ദ ഇഞ്ചുറി ദാറ്റ് യു ഹാവ് ടു ആക്യുറേറ്റ്ലി ഡയഗ്നോസ് ഇറ്റ് ആൻഡ് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് വേണം പ്രിസ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ തിരുമ്മിയാൽ ചില കേസസ് രക്ഷപ്പെടും, പക്ഷേ ചില സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറീസ് തിരുമ്മൽ അഡ്വൈസബിൾ അല്ല. ഇനി ഡോക്ടർ ഇത്രയും കാലം ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് സർജറീസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മെമ്മറബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് എന്തായിരിക്കും? കോംപ്ലിക്കേറ്റഡ് ആയ, ഡോക്ടർ ഓർത്ത് വെക്കുന്ന ഒരു ഇഞ്ചുറി, ഒരു ഇത് ഡോക്ടറോട് കൊണ്ടിട്ടോ? അതേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് നമ്മൾ ഒരിക്കലും ഓർത്ത് വയ്ക്കില്ല. പക്ഷേ എനിക്ക് ഓർമ്മ ഏറ്റവും കൂടുതൽ ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനീ പറഞ്ഞ മാതിരി 89 ഇയർ ഓൾഡ് ഒരു പേഷ്യൻ്റ് നമ്മളൊരു ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളൊരു റിട്ടയേർഡ് ആയിട്ടുള്ള ഒരു നേവി ഓഫീസറാണ്. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് ആദ്യം റിക്വസ്റ്റ് ചെയ്തത്, ഞാൻ ചിലപ്പോൾ വേണമെങ്കിൽ കുറച്ച് നാളച്ച് ജീവിച്ചൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷേ ജീവിച്ചിരിക്കുന്നിടത്തോളം എനിക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്, എനിക്ക് എഴുന്നേറ്റ് നടക്കണം. പിന്നെ പറഞ്ഞു ആൾക്കൊരു 2 വീലർ ഉണ്ട്, ഒരു മോപ്പഡ് മാരുത്, ചെയ്തു കഴിഞ്ഞാൽ അതൊന്ന് ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഈ മുട്ടൊക്കെ ഒന്ന് ശരിയാക്കി കഴിഞ്ഞിട്ട് എനിക്കതൊന്ന് ഓടിക്കുന്നതാണ്. പക്ഷേ പുള്ളിയുടെ 3 ജനറേഷൻ മക്കൾ, 3 ജനറേഷനായിട്ടാണ് ആൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആരും അതിന് സപ്പോർട്ട് ചെയ്യണില്ല. കാരണം ഇനി 2 വീലറൊക്കെ ഓടിച്ച് വീണ് പ്രശ്നം ഉണ്ടാക്കരുത്. പക്ഷെ ആൾ ഈ നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞ് 2 വീലർ ഓടിച്ച് കഴിഞ്ഞിട്ട് മക്കൾ വന്ന് എന്നോട് പറഞ്ഞു, ഡോക്ടറെ അച്ഛൻ്റെ ആഗ്രഹം ഡോക്ടർ എന്തായാലും നടത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് വളരെ ഒരു എന്താ പറയുക, നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര മെമ്മറബിളായിട്ടും ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു പേഷ്യൻ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡോക്ടറുടെയോ? എൻ്റെയും ഇതുപോലെ ഒരു 70 ഇയേഴ്സ് ഓൾഡ് ഒരു പേഷ്യൻ്റാണ്. പുള്ളി 70 ആണെങ്കിലും പുള്ളിയുടെ ഫിറ്റ്നസ് ലെവൽ ഇസ് അറൗണ്ട് 50. അപ്പം ഹി ഹാഡ് എ ഫ്രാക്ചർ, ആങ്കിൾ ഫ്രാക്ചർ ഉണ്ടായി. ഡയബറ്റിക് ആണ്. ആങ്കിൾ ഫ്രാക്ചർ ഉണ്ടായി, അത് ഒരു മുറിവും ഉണ്ടായിരുന്നു. അപ്പം ആ മുറിവ് പഴുക്കും എന്ന് പറഞ്ഞ് ഇവർക്കും പേടി സർജറി ചെയ്യാൻ. സർജറി അഡ്വൈസ്ഡ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ആ പോയ ഹോസ്പിറ്റലിലും അവർ ആ സർജറി ചെയ്തില്ല അൾട്ടിമേറ്റ്ലി. ആൻഡ് ദെൻ 1 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ വന്ന് കണ്ടപ്പം ഞാനത് എക്സ്റേയും ബാക്കി കാര്യങ്ങളും എടുത്ത് നോക്കിയപ്പം ഓൾറെഡി ആ ഒരു ആങ്കിൾ ജോയിൻറ്റ്, കണങ്കാലിൻ്റെ മുട്ടിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ആ ഫ്രാക്ചറിന് കാരണം അതിൻ്റെ ഷേപ്പിന് ചെറിയ വ്യത്യാസം വന്ന് ഓൾറെഡി അത് തേയ്മാനമായി കഴിഞ്ഞു. അപ്പം വാട്ട് ഐ സജസ്റ്റഡ് ഇത് ആർത്രോഡിസീസ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ്. നമ്മൾ ആ ജോയിൻറ്റ് പിന്നെ ഫ്യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് മാറുള്ളൂ, ആ പെയിൻ മാറുള്ളൂ. പുള്ളി 70 ആണെങ്കിലും നമുക്കൊരു ജോയിൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നും ഇപ്പോൾ അത്ര അഡ്വാൻസ്ഡ് അല്ല. ആങ്കിളിൽ ചെയ്യുന്നവരുണ്ട്, വളരെ അപൂർവം ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ആസ് സക്സസ്ഫുൾ ആസ് ഇൻ നീ ആൻഡ് ഹിപ്പ്. അപ്പോൾ അങ്ങനെ ഫ്യൂസ് ചെയ്തു. പുള്ളി വളരെ ഹാപ്പിയാണ്. അങ്ങനെ വന്ന് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, വന്ന് കണ്ട്. ഇതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവത്തിനാണെങ്കിൽ നമ്മളത് സർജറി ചെയ്ത് തന്നെ ആവണം. അതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണിത്. ഇതിപ്പം ഫർദർ പുള്ളി ചെയ്ത സെക്കൻഡ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ സർജറിയാണ്. നമ്മൾ ബോൺ ഗ്രാഫ്റ്റും എല്ല് നമ്മൾ ഇലിയാക്രസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ അരയിൽ നിന്ന് എല്ല് ചുരണ്ടി വെച്ചിട്ട് വേണം അത് നമ്മൾ ഫ്യൂസ് ചെയ്യാനായിട്ട്, സ്ക്രൂ ഒക്കെ ഇട്ട് വേണം ഫ്യൂസ് ചെയ്യാനായിട്ട്. അപ്പം ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ പുള്ളിക്ക് ഇതിൻ്റെ ഒരു ഇത് വരില്ലായിരുന്നു. അപ്പം ദ മെസ്സേജ് ഐ വോണ്ട് ടു ഗിവ് ഇസ് ദാറ്റ് സർജറി ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ ഭയന്ന് നിന്നിട്ട് കാര്യമില്ല, അത് ധൈര്യമായിട്ട് അത് ചെയ്യുക തന്നെ ചെയ്യണം. അതുപോലെ പലപ്പോഴും അത്ലീറ്റ്സിന് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ അവരുടെ പേരൻസിനുണ്ടാവുന്ന, കണ്ടു നിൽക്കുന്നവർക്കുണ്ടാകുന്ന ഒരു സംശയമാണ്, നിങ്ങൾ ഈ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് പഴയ പോലെ ഇവർക്ക് കളിക്കാൻ പറ്റുമോ, ഗ്രൗണ്ടിലോട്ട് ഇറങ്ങാൻ പറ്റുമോ എന്ന്. അപ്പം ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ട്രീറ്റ് ചെയ്ത ആളുകളുടെ ഒരു ഫുട്ബോൾ മാച്ച് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ട്രീറ്റ് ചെയ്ത 6 പേര് ഇന്നൊരു ഫുട്ബോൾ മാച്ചിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ. അപ്പോൾ മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയിട്ട് എത്ര കാലം കൊണ്ടാണ് അവർ ക്യൂർ ആയതും അവർ അങ്ങനെ ഫുട്ബോൾ വീണ്ടും തിരിച്ച് കളിക്കാന്നുള്ളൊരു ഇതിലേക്കൊക്കെ വന്നത് ഡോക്ടർ?
യൂഷ്വലി നമ്മൾ ACL സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 8 to 9 months കഴിഞ്ഞിട്ടാണ് ബാക്ക് ടു ഫീൽഡിലേക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് കുറേ ക്രൈറ്റീരിയ നോക്കിയിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഫിറ്റായോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. സ്പോർട്സ് സ്പെസിഫിക് ഡ്രിൽസ് ചെയ്യിച്ച് നോക്കും. സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു ടൈം ഫ്രെയിമിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അത് കഴിഞ്ഞുള്ള പ്രോപ്പർ റീഹാബ്, മസിൽ സ്ട്രെങ്തനിങ്, ഫിറ്റ്നസ് ലെവലൊക്കെ റീറ്റെയിൻ ചെയ്തിട്ടാണ് യൂഷ്വലി നമ്മളൊരു 6 to 8 months 9 months ആ റേഞ്ചിലാണ് ബാക്ക് ടു ഫീൽഡിലേക്ക് യൂഷ്വലി പറയാറുള്ളത്. ഒരു നീണ്ട പീരിയഡ് ആണല്ലേ ഡോക്ടർ, അത്രയും നാള്. അപ്പോൾ ആ പേഷ്യൻസ് അവർക്ക് ഉണ്ടാവണമല്ലോ. ഡെഫിനറ്റ്ലി അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. ഒരു ACL ഇഞ്ചുറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലെയറിന് പഴയ പോലെ ആവാൻ പറ്റുമോ, തിരിച്ച് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് അതിന് തെളിവായിട്ട് ജോമി ഇരിക്കുന്നുണ്ട്. ഡോക്ടർ പ്രവീണിൻ്റെ പേഷ്യൻ്റാണ്. ജോമി, ഫൈനലി എത്ര മാസത്തിന് ശേഷമാണ് കളിച്ചത്? ടുഡേ ഇന്നലെ ഒരു 4 മണിക്ക് ഒരു മാച്ചിന് ഈവനിങ് മാച്ച് കഴിഞ്ഞുള്ളൂ. ഇപ്പം വളരെ ഫ്രണ്ട്ലിയായിട്ട് തന്നെ ഡോക്ടേഴ്സും ഞങ്ങളുടെ സ്റ്റാഫും എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ ഈസി ആയിട്ട് തന്നെ ഒരു പെയിനൊന്നും ഉണ്ടായില്ല. ഒടിയ ഫ്രണ്ട്ലിയായിട്ട് തന്നെ മാച്ചിലും കളിച്ചു. അപ്പം ഈ ഇഞ്ചുറി എപ്പോഴാണ് വരുന്നത്, എങ്ങനെയാണ് ഡോക്ടറുടെ അടുത്തേക്ക് എത്തുന്നത്, ഡോക്ടറുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇനി കുറച്ചു കാലം കളിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറോട് എന്താണ് പറഞ്ഞത്, അതൊക്കെയാണ് നമുക്കറിയുന്നത്. ഇഞ്ചുറി വന്നപ്പം 1 year മുകളിലായി. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഇഞ്ചുറി ചെയ്ത്. ഒരു ഫുട്ബോൾ മാച്ചിന് പറ്റിയതാണ്. അവിടുന്ന് പിന്നെ നേരെ ഒരു ഇഞ്ചുറി ശേഷം അല്ലാതെ പെയിൻഫുള്ളായിരുന്നു. അവിടുന്ന് പിന്നെ എന്തോ പെയിൻ പിന്നെയും കൂടിയപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നു. നേരെ ഫസ്റ്റ് തന്നെ പ്രിൻസ് സാറിനെ സജസ്റ്റ് ചെയ്തു. നേരെ പിന്നെ സാറിനാണ്. അപ്പോൾ സാറ് പറഞ്ഞു ഇല്ല, വലിയ ഇഷ്യൂ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ MRI സ്കാനിങ് ഇവിടെ മനസ്സിലായി ലിഗമെൻറ്റ് പൊട്ടി. അപ്പോൾ ശരിക്കൊന്ന് പേടിച്ചു. ഇനി മാച്ചില്ല, എല്ലാം പഴയതുപോലെ വീടിനുള്ളിൽ കയറിയിരിക്കേണ്ട അവസ്ഥയാണ് വിചാരിച്ചത്. ഇനി ഒന്നുമില്ലെന്ന് വിചാരിച്ചു. പക്ഷേ സാറ് പറഞ്ഞു ഇല്ല, ഇത് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ, കുറച്ച് റെസ്റ്റ്, പ്രോപ്പർ റെസ്റ്റ്, വർക്കുകളെല്ലാം കഴിഞ്ഞാൽ എല്ലാം സെറ്റാവുമെന്ന് പറഞ്ഞു. അപ്പം അതൊന്ന് ആദ്യം വിശ്വസിച്ചൊന്നുമില്ല. അതെല്ലാം പേടിച്ച് തന്നെ ഇരുന്നു. എല്ലാം എന്തായാലും അയ്യോ എന്തായാലും എല്ലാവരും പറയുന്നതാണല്ലോ മരുന്നെടുത്താൽ മാറും. അപ്പം ഞാൻ മാറുമൊന്നുമില്ല, എന്തായാലും ഇനിയും ലൈഫ് ലോങ് നടക്കേണ്ടി വരും. കാരണം വീട്ടിൽ അച്ഛനും അമ്മയും പറഞ്ഞു ഇല്ലടാ പെട്ടെന്ന് റെഡി ആവില്ല, നീ എന്തായാലും ഇനി റിക്കവർ ചെയ്യണേ നല്ല ടൈം എടുക്കും. അപ്പം അമ്മ പറഞ്ഞു എടാ നീ കളിക്കാനൊന്നും പോകരുത്. അങ്ങനെ ശരിക്കും പേടിച്ചു കേട്ടാ. പിന്നെ അതിന് ശേഷമായിരുന്നു സർജറി ചെയ്യാൻ വേണ്ടി ഡോക്ടർ വന്ന സമയത്ത് എല്ലാം നോക്കിയിരുന്നു. പക്ക നമ്മൾ ഫ്രണ്ട്സിനോട് മീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങളെല്ലാം മീറ്റ് ചെയ്തു. സംസാരവും വരുന്ന ടൈമുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം കൂളായിരുന്നു. സർജറി സമയത്ത് പോലും അയ്യോ സർജറി ചെയ്യാൻ പോവാണ് അതിൻ്റെ ഒരു പേടി എനിക്ക് ഉണ്ടായില്ല. ജസ്റ്റ് കൂളായിട്ട് ചിരിച്ചിനെ പോയിക്കൊണ്ടിരുന്നത്. ഈവൻ സ്റ്റാഫ് എന്ന നഴ്സുകളൊക്കെ എന്നോട് ചോദിച്ചു എടാ നിനക്കത് പേടിയെന്ന് പറയാം. ഇല്ല അതെന്താ ഇല്ല, ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ സർജറി, അപ്പം അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ ഇതിൽ നിൽക്കുമായിരുന്നു. കാരണം ഫസ്റ്റ് ടൈം ആ സർജറി ഇങ്ങനത്തെ കാണുന്നേ. അപ്പോൾ ഞാൻ എൻ്റർടൈൻമെൻറ്റ് ഇടുമായിരിക്കും, കാണാമല്ലോ. അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റിൽ പോയി. അപ്പോഴും അവിടെ ചെന്നിട്ടും വലിയ ഇതൊന്നും ഉണ്ടായില്ല. ഐ മീൻ എല്ലാം ഫ്രണ്ടിനെ അസിസ്റ്റൻ്റ് ഉണ്ടായാലും ഡോക്ടറായാലും ഡോക്ടറായാലും എല്ലാം കൂളായിട്ട് പറയുന്നത് എടാ ഇത് ചെയ്യാൻ പോവാണ് കേട്ടാ, റെഡി ആക്കിയോ, ശരി. ഇഞ്ചക്ഷൻ എടുത്തു, എല്ലാം കഴിഞ്ഞു, എല്ലാം പഴയതുപോലെ. ഇതിനൊന്നും അറിയുന്നില്ല. പിന്നെ ഇവിടെ അസിസ്റ്റൻ്റ് ഉണ്ടായി, ആളും നല്ല കമ്പിയാണ്, മിണ്ടാനും ബോറടിച്ചിട്ടുണ്ടായില്ല. ആകെ കുറച്ച് തണുപ്പ് മാത്രമേ എനിക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തണുപ്പ് പറ്റാത്ത കാരണം ഒരു തണുപ്പ് മാത്രമുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം വളരെ കൂളായിരുന്നു. സർജറിയും കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് സർജറി കഴിഞ്ഞു. ടൈമൊന്നും പോയത് അറിഞ്ഞിട്ടില്ല. എല്ലാം സർജറി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മനസ്സിലായോ സർജറി കഴിഞ്ഞു. അവിടെ കഴിഞ്ഞടാ ആണോ. പിന്നെ ICU പോയി ഒബ്സർവേഷൻ കഴിയുമ്പോൾ പിന്നെ മനസ്സിലായി ചെറിയ പെയിൻ വന്നു തുടങ്ങി. പിന്നെ രാത്രി ചെറിയൊരു പെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഡോക്ടേഴ്സ് നേഴ്സ് വരെ വന്നു. പിന്നെ ആളിനെ എനിക്ക് മെഡിസിൻ തന്നപ്പോഴേക്കും ഒരു ½ an hour ഓൾറെഡി എല്ലാം ഓക്കെ ആയി. പിന്നെ രാവിലെ ആയപ്പോഴേക്കും മെഡിസിൻസ് എല്ലാം വന്നു. പിന്നെ ഓരോ ദിവസം റൗണ്ട്സിൽ ഡോക്ടേഴ്സ് വരുന്നുണ്ട്, നേഴ്സുമാർ വരുന്നുണ്ട്. കൃത്യമായിട്ട് എല്ലാം പക്കാ പ്രോപ്പർലി എൻ്റെ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് കാരണം ഒരു ഇഷ്യൂ ഉണ്ടായില്ല. പിന്നെ വേറെ എനിക്ക് സങ്കടം വെച്ചാൽ കൃത്യം സർജറി ദിവസമായിരുന്നു എൻ്റെ ബർത്ത്ഡേ. അതെനിക്ക് നല്ല വിഷമമുണ്ടായി. കാരണം ഫ്രണ്ട്സ് അന്ന് എടാ നമുക്ക് പാർട്ടി സെറ്റാക്കാം എല്ലാം പറഞ്ഞു തരുന്ന കാര്യമാണ് ഞാൻ നോക്കിയിരുന്നു. പക്ഷേ രാവിലെ തൊട്ട് ഫാസ്റ്റിംഗ്. അതെ രാവിലെ എന്നോട് പറഞ്ഞു തലേദിവസം എന്ന് പറയാം എടാ നീ ഫുഡൊന്നും കഴിക്കാൻ നിൽക്കരുത് കേട്ടാ, വേണമെങ്കിൽ അത്യാവശ്യം മാത്രം കുറച്ച് വെള്ളം, അത് മാത്രം ഈ സങ്കടം ഉണ്ടായിരുന്നു. എല്ലാം കൂടി രാവിലെ കസിൻസ് വിളിക്കുക എടാ ബർത്ത്ഡേ വിഷ്. ഒരു ബർത്ത്ഡേ വിഷ് എന്നിട്ട് സർജറി ചെയ്യാൻ പോകുമല്ലോ, അതും കുളയത് കാരണം. പിന്നെ അന്ന് നല്ല സുഖമായിട്ട് രാത്രി അപ്പം കടയിൽ നിന്നൊക്കെ വെള്ളം തന്നു, നല്ല സുഖമായി സന്തോഷമായി.
പക്ഷേ നെക്സ്റ്റ് ഡേ പെയിനൊക്കെ നല്ലപോലെ മാറി, എല്ലാം ഫ്രണ്ട്ലി. പിന്നെ അവിടുന്ന് നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് ഇവിടുന്ന് തന്നെ ആൾക്കാർ വന്നു. എനിക്ക് ഒരു സർപ്രൈസ് പോലെ എനിക്ക് അവിടെ കേക്ക് മുറിച്ചിട്ടാണ്. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവിടെ ലിഗമെന്റിന്റെ സർജറി കഴിഞ്ഞിട്ട് ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം, ബർത്ത്ഡേ കേക്കാണ് ഡോക്ടറുടെ വിഷയം. പിന്നെ നല്ല വിഷമം, കാരണം വല്ലപ്പോഴേ അങ്ങനെ കൂടാറുള്ളൂ. അപ്പോൾ കൂട്ടുകാർ ആദ്യമായിട്ട് പറയടാ ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തൊക്കെ വിചാരിച്ചിട്ട് അന്ന് കൃത്യം ഇത് ചെയ്തപ്പം ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ പിന്നെ ഇത് കേക്ക് മുറിച്ചപ്പോൾ പിന്നെ കുഴപ്പമില്ല, കേക്കിൽ അഡ്ജസ്റ്റ് ചെയ്തു. ഇത്രയും കൂളായിരുന്നു ഡോക്ടർ പേഷ്യൻ്റ് അന്ന് വന്ന സമയത്ത്? അല്ല, ജോമി ഇപ്പോൾ ബർത്ത്ഡേ എന്നുള്ളത് എനിക്ക് പുതിയ ഇൻഫർമേഷൻ ആണ്, എനിക്ക് അറിയില്ലായിരുന്നു. ജോമിയുടെ ഒരു കാര്യമുള്ളത്, ജോമിക്ക് ACL മാത്രമായിരുന്നില്ല, ജോമിക്ക് ലാറ്ററൽ മെനിസ്കസ് ഒരു ടയർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലാറ്ററൽ മെനിസ്കസ് റിപ്പയർ ചെയ്തു, സെയിം ടൈമിൽ തന്നെ ലാറ്ററൽ മെനിസ്കസ് റിപ്പയർ ചെയ്തു, ACL റീകൺസ്ട്രക്ഷനും ചെയ്തു. ജോമിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജോമി നമ്മൾ ഒരു ഡോക്ടർ എങ്ങനെയാണ് പേഷ്യൻ്റ് എക്സ്പെക്ട് ചെയ്യണേ അതിൽ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന പേഷ്യൻ്റ് ആയിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയണോ അത് കറക്റ്റായിട്ട് ചെയ്യും, പ്രോപ്പറായിട്ട് നമുക്കപ്പോൾ. അതുകൊണ്ട് ജോമീനെ ട്രീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ പറയണത് അനുസരിക്കാത്ത കുറേ പേഷ്യൻസ് ഉണ്ട്, നമ്മൾ ഇന്ന് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതേ പോയി ചെയ്യുള്ളൂ, അങ്ങനത്തെ പേഷ്യൻസ്. പക്ഷേ ജോമി എപ്പോഴും പറയണ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്നു, പ്രോപ്പറായിട്ട് അതിനുള്ള ഫോളോ അപ്പിന് വന്നുകൊണ്ടിരുന്നു, പ്രോപ്പർ റീഹാബ്. അതുകൊണ്ടായിരിക്കും ജോമിക്ക് ഈ പറയുന്ന മാതിരത്തെ റിസൾട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനിടയിൽ പുള്ളി ഒരിക്കലും അക്ഷമനായില്ലേ? കാരണം ഇങ്ങനത്തെ ഇഞ്ചുറിക്ക് ഒത്തിരി ടൈം എടുക്കുമല്ലോ പഴയ പോലെ ആവാനായിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ സമയത്തൊന്നും പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ ആയില്ലല്ലോ ആ ചോദ്യം അങ്ങനെ ജോമി എൻ്റെ അടുത്ത് കാണിച്ചിട്ടില്ല, എന്താണെന്ന് അറിയില്ല. ഈ പറഞ്ഞ ഈ ഒരു റെസ്റ്റ്ലെസ്നെസ് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എത്ര നാളും. പക്ഷേ യൂഷ്വലി സാധാരണ പേഷ്യൻസ് ഒരു 8 മാസം 9 മാസമൊക്കെയും കളിക്കാണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയും ഇത്ര നാൾ വേണോ ഇല്ല എന്നുള്ളത്. പക്ഷെ അതിന് മുമ്പേ ഇപ്പോൾ ബാക്ക് ടു സ്പോർട്സ് നമുക്ക് സാധിക്കും. പക്ഷേ യൂഷ്വലി നമ്മൾ 9 months ആണ് പറയണത്. എൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ ഋഷഭ് പന്തിന് 3 ലിഗമെൻ്റ് ഇഞ്ചറി ഉണ്ടായിരുന്നു. ആളൊരു 6 months 7 months കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്ക് ടു സ്പോർട്സ് ആയിരുന്നു. പക്ഷേ അതിന് പ്രോപ്പറായിട്ടുള്ള റീഹാബും അതിനുള്ളൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിന് മുമ്പേ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മളുടെ സെൻറ്ററും അതിനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു സേഫ്റ്റി മാർജിൻ എന്ന് പറഞ്ഞാൽ ഒരു 9 months ആണ് നമ്മൾ പറയുന്നത്. നമ്മുടെ നെയ്മാർ 1 year എക്സാക്ട്ലി 1 year ആണെന്ന് തോന്നുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു പുള്ളിക്ക് ACL ഇഞ്ചുറി ഉണ്ടായത്. ഈസ് റിട്ടേണിങ് ആഫ്റ്റർ എ ഇയർ. സെക്കൻഡ് ഇഞ്ചുറിയാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അത്രയും സമയം എടുത്തല്ലേ. ഇതിപ്പോൾ ആൾക്കിപ്പോൾ 2ാമത്തെ ACL ഡാമേജ് ആവുന്നത്. ഡോക്ടർ പറഞ്ഞ പോലെ ഒരു തവണ വന്നാൽ പിന്നെ പ്രോൺ ടു ഒരേ ഇഞ്ചുറി തന്നെ പിന്നെ വരുന്നതിനെ കുറിച്ച്. അപ്പം നീ പക്ക റീഹാബും വേണ്ട രീതിയിൽ എടുത്താൽ ഞാൻ സെറ്റ് ആവുന്നതാണ്. അത് കേട്ടപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ചുകൂടി സന്തോഷം ഉള്ളി കഴിഞ്ഞു. വീട്ടിൽ പറഞ്ഞപ്പോൾ പിന്നെ അവർ പിന്നെയും നെഗറ്റീവ് പറയും. അതിനെ കേട്ടാൽ നിന്നില്ല. അല്ല, പേരൻസിന് പേടിയാണ് ഫുട്ബോൾ കളിക്കാനായിട്ട്. അവർക്ക് പിന്നെ എന്നോട് പറഞ്ഞു ഇനി ഇറങ്ങിയേക്കരുതെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഇനി നീ മാച്ചിന് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഒന്ന് പോയി കളിച്ചത്. എന്ത് മനുഷ്യനാണ്, ഒരു അനുസരണയൊക്കെ വേണ്ട വീട്ടുകാർ. പ്രവീൺ ഡോക്ടർ അന്നതിനെല്ലാം പിന്നില്ല. ഈ ഉറപ്പെല്ലാം കൊടുത്ത പ്രവീൺ ഡോക്ടറാന്ന് ഉറപ്പാണ്. ഞാൻ പറയില്ല, അല്ല ബർത്ത്ഡേ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കിൻഡറിൽ എല്ലാ പേഷ്യൻസിന്റെയും ബർത്ത്ഡേ ഹോസ്പിറ്റലിൽ വെച്ച് ആഘോഷിക്കാറുണ്ട്. പിറ്റേ ദിവസം ആഘോഷിച്ചു, ഡോക്ടറോട് പറഞ്ഞില്ല. സാധാരണ എല്ലാ പേഷ്യന്റും ഇപ്പൊ ഇവിടെ വെച്ച് ബർത്ത്ഡേ ഉണ്ടാവും. ഡോക്ടർ അമൃത, പിന്നെ ന്യൂട്രീഷ്യസിന്റെ ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പേരൊന്നും അറിയില്ല. പക്ഷെ കേക്ക് കഴിച്ചില്ല. കേക്കിന്റെ പേരടക്കം ഓർമ്മ കണ്ടോ? ബാക്കി ആരുണ്ടായിരുന്നു ഓർക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ ആയിരുന്നു പിറ്റേ ദിവസം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ കംഫർട്ടബിൾ ആയിരുന്നു. ഇന്ന് കളിക്കാൻ ഇറങ്ങിയപ്പോഴത്തെ എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? കാരണം ഇത്രയും കാലം കാത്തിരുന്നിട്ട് ഫൈനലി നമ്മുടെ പാഷനിലോട്ട് ഇറങ്ങിയപ്പോൾ അത് ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആയിരുന്നു. എങ്ങനെ കളിക്കും, ഇതിന്റെ ഇഷ്യൂ ഉണ്ടാകുന്ന ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ കളിച്ച് തുടങ്ങി കഴിഞ്ഞപ്പം പിന്നെ ആ ജ്വരം കയറി പുലിയാണത്. അതെ, പ്രശ്നമൊന്നുമില്ല, അടിക്കുക. പിന്നെ കയറിയിരുന്നു ഗ്രൗണ്ട് ഇറങ്ങിയ ശേഷം പിന്നെ അത് തോട്ടില്ല, നമ്മുടെ ലെഗിന് ഇഞ്ചുറി ഉണ്ടെന്നുള്ള തോട്ട് വന്നിട്ടില്ല. നോർമലി കളിച്ചു തുടങ്ങി, എല്ലാം ശരിയായി. കംഫർട്ടബിൾ, ഇഞ്ചുറി ഇല്ല, എല്ലാം ശരിയായി. കംഫർട്ടബിൾ പക്കായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതെ, ജോമിക്കായിരുന്നില്ല ടെൻഷൻ, കണ്ടോണ്ടിരുന്ന ഡോക്ടർമാർക്കായിരുന്നു. നമ്മൾ ചെയ്തായിട്ട് ശരിയായില്ലെങ്കിൽ നമ്മളുടെ ഇതുപോലെ മനോജ് ഡോക്ടറും ഒരാളെ കളിപ്പിക്കാൻ വിട്ടിട്ടില്ലായിരുന്നോ? നമുക്ക് ജോമിയെ വിട്ടിട്ട് വിഷ്ണുവിനെ വിളിച്ചാലോ? ജോമി, താങ്ക് യു സോ മച്ച്. രാവിലെ തൊട്ട് പ്രവീൺ ഡോക്ടർ ജോമി കളിക്കുന്നതുകൊണ്ട്
ടെൻഷനിലായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ മനോജ് ഡോക്ടർ ടെൻഷനിലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഡോക്ടറുടെ പേഷ്യൻ്റാണ്. എങ്ങനെയാണ് ഡോക്ടറുടെ അടുത്തേക്ക് എത്തുന്നത്? എന്ത് പറഞ്ഞിട്ടാണ് വരണേ? എത്ര കാലം എടുത്തു പുള്ളിയുടെ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ? വിഷ്ണു ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ഇഞ്ചുറി ഉണ്ടായത്. വിഷ്ണുവിന് ആക്ച്വലി ACL മാത്രമല്ല ലാറ്ററൽ മെനിസ്കൽ ടയർ, അതായത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഷ്നേഴ്സ്, ഒരു സൈഡിലുള്ള കുഷ്നേഴ്സിന് കീറലും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ACL റീകൺസ്ട്രക്ഷനും പിന്നെ ഈ മെനിസ്കൽ റിപ്പയർ, സ്റ്റിച്ച് ചെയ്യുന്ന ഈ മെനിസ്കസ് കീറിയ മെനിസ്കസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ചെയ്തിരിക്കുന്നത്. ഇത് എക്സാക്ട്ലി എനിക്ക് തോന്നുന്നത് ഒരു 4 years ബാക്കാണ്. ആൻഡ് നൗ ഹി ഹാസ് റിട്ടേൺ ടു ഫുട്ബോൾ അല്ലേ? ഫുട്ബോളുണ്ട്, എല്ലാം ഉണ്ട്. അല്ല, അപ്പം ഈ 4 years എന്ന് പറയുമ്പോൾ അതിനിടയിൽ എത്ര നാളെടുത്തു റിക്കവർ ആവാനായിട്ട്? ഞാൻ ചെയ്യുന്ന ടൈമിൽ കോവിഡായിരുന്നു, അപ്പോൾ പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. ഓൾമോസ്റ്റ് ഒരു 13 മാസത്തോളം ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ആ ടൈമിനുള്ളിൽ തന്നെ റിക്കവറായി. പിന്നെ ഞാൻ കളിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് പഴയ പോലെ തന്നെ കളിക്കാൻ പറ്റി, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു, ഓക്കെയാണ്. ഈ കോവിഡ് ആയിരുന്നുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു, ആർക്കും കളിക്കാൻ പറ്റില്ല, അപ്പോൾ പിന്നെ ഞാൻ വീട്ടിലിരുന്നാലും കുഴപ്പമില്ലാത്ത. അല്ല, ശരിക്കും എനിക്ക് നോർമലി ഒരു 5 മണിയാകുമ്പോൾ എനിക്ക് പന്ത് തട്ടണം, ആ ഒരു ഇതായിരുന്നു. ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഇഞ്ചുറി ആയിട്ടും കുറച്ച് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ട് നീ ക്യാപ്പൊക്കെ ഇട്ട് കളിച്ചുകൊണ്ടിരുന്നു. അല്ല, പക്ഷേ എനിക്ക് അന്ന് ഇത് അറിയില്ലായിരുന്നു ലിഗമെന്റ് ഇഞ്ചുറി ആണെന്ന്. പക്ഷെ ഞങ്ങളുടെ എൻ്റെ വീട് ചേർത്തലയാണ്, അപ്പോൾ അവിടെ ഈ സ്പോർട്സ് മെഡിസിൻ ഹോസ്പിറ്റലൊന്നും ഇല്ലായിരുന്നു ആ ടൈമിൽ. അപ്പോൾ കൊണ്ട് കാണിച്ചിട്ടൊന്നും ആരും ഇതാണെന്ന് പറഞ്ഞില്ല, ജസ്റ്റ് ഉളിക്കിയതോ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ആ ഒരു വിശ്വാസത്തിൽ തന്നെ അങ്ങോട്ട് എനിക്ക് 5 മണിയാകുമ്പോൾ തട്ടണം ആ ഒരു ഇതിൽ. പിന്നെ ഒരു ദിവസം നീ ക്യാപ്പ് ഇല്ലാതെ പോയപ്പോഴത്തേക്കും പൊട്ടി നല്ല ഒച്ച കേട്ട് വീണു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. പിന്നെ അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ യൂട്യൂബൊക്കെ നോക്കാൻ തുടങ്ങി, ഇതെന്താ സംഭവം എന്ന്. കുറേ വീഡിയോ ഒക്കെ നോക്കി അപ്പോൾ മനസ്സിലായി സ്പോർട്സ് ഇഞ്ചുറി ആണെന്ന് മനസ്സിലായി. അല്ല, അതിനിടയിൽ നല്ല വേദനയില്ലേ? പെയിനുണ്ട്, അപ്പോൾ ലിഗമെന്റ് ഇഞ്ചുറി ആണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഹോസ്പിറ്റലൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ISL സ്റ്റാർട്ടായ ടൈം തൊട്ട് ഞാൻ സ്റ്റേഡിയത്തിൽ വന്ന് കളി കാണുന്ന ആളാണ്. അപ്പോൾ അതുപോലൊരു ഇവൻറ്റിൽ മറ്റേ മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ കിൻഡർ നമുക്ക് കാണാം. അപ്പോൾ കിൻഡറിൻ്റെ ആംബുലൻസ് കിടക്കുന്നതാണ്. അപ്പോൾ ഞാനങ്ങനെ ഇവരുടെ സൈറ്റിൽ നോക്കി. അപ്പോൾ ഞങ്ങളുടെ അവിടെ തന്നെ ഇവരുടെ ഫെർട്ടിലിറ്റി ഹോസ്പിറ്റലുണ്ട്, അവിടെ സ്പോർട്സ് മെഡിസിൻ ഉണ്ടെന്നാണ്. അപ്പോൾ ഡോക്ടർ മനോജ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരക്കി, അങ്ങനെയാണ് ഞാൻ സാറിനെ ഒന്ന് കാണുന്നത്. അങ്ങനെ സാറപ്പം തന്നെ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് ACL ടയർ ഉണ്ട്, MRI എടുത്ത് കൺഫേം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ MRI എടുത്തപ്പോൾ ടയർ ഉണ്ടെന്ന് മനസ്സിലായി. പേടിയൊന്നും ഇല്ലായിരുന്നു എനിക്ക്. അല്ല, എന്തിനാ പേടിക്കണം? എത്ര മാസം താൻ ഇതില്ലാണ്ട് കളിച്ചു തരുന്നു? ചോദ്യങ്ങൾ എനിക്ക് ഇപ്പഴാ ചോദിക്കാനല്ലേ. അല്ല, ഇത് ക്യൂർ ആവുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അത് ശരി, പക്ഷെ അതിന് മുന്നേ എത്ര മാസം കളിച്ചു ആ വേദനയെ വെച്ച്? അതൊരു 3-4 മാസം കളിച്ചിട്ടുണ്ട്. ഡോക്ടർ, ഇതാണ് നമ്മുടെ സമയത്ത് വന്ന് ചികിത്സിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത്. വിഷ്ണുവിനോട് ഞാൻ കളിച്ചോണ്ടാണ് എനിക്ക് മെനിസ്കൽ ടിയർ ഉണ്ടായത്. അതെ, അല്ല ഞാൻ കളിച്ചോണ്ടല്ല. മെനിസ്കൽ ടയർ ചിലപ്പോൾ നേരത്തെ ഉണ്ടാകുന്നതായിരിക്കും, പക്ഷെ അല്ല മെനിസ്കൽ ACL ടയർ നേരത്തെ ഉണ്ടായിട്ടുണ്ടാവും. ഇത് വെച്ചിട്ട് വിഷ്ണു 4-5 മാസം കളിച്ച കാരണമായിരിക്കും ചിലപ്പോൾ ആ മെനിസ്കൽ ടയർ. പക്ഷെ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ദർ ഇസ് എ പോസിബിലിറ്റി. അപ്പം ചിലപ്പം ആദ്യമേ ACL മാത്രമേ ഉണ്ടായിരുന്നില്ല, ഇപ്പം ACLും മെനിസ്കസും. അല്ല, ഈ ടൈമിൽ എനിക്കൊരു 5 പ്രാവശ്യമെങ്കിലും തെറ്റുണ്ടാവും. ഇതൊക്കെ വെച്ചിട്ട് കളിച്ചു, കാരണം കളിയാണ്, ഫുട്ബോളാണ് നമ്മുടെ എല്ലാം. ഓരോ പ്രാവശ്യം തെന്നുമ്പം കാർട്ടിലേജിനും ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ്, അത് മെനിസ്കസിനൊക്കെ ഡാമേജ് വരാൻ ഉള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പം നമ്മളൊരു ചെറിയൊരു കാര്യം വലിയ കാര്യമാക്കുകയാണ്. ചെറിയൊരു കാര്യമല്ല, ഒരു ചെറിയൊരു പ്രൊസീജിയർ, ഒരു പ്രൊസീജിയർ 2 പ്രൊസീജിയർ ആക്കുകയാണ് നമ്മൾ. ഡോക്ടർ കണ്ടപ്പോൾ ചോദിച്ചില്ലേ നിനക്ക് എന്തിന്റെ ഇതായിരുന്നു ചെക്ക, നേരത്തെ വരണ്ടേ, നീ ഇത്രയും മാസം കളിച്ച് നടന്നോന്ന് ചോദിച്ചില്ലേ ഡോക്ടർ? ചോദിച്ചില്ലേ? ഒന്ന്, എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ലായിരുന്നു. പിന്നെ കളിയോടുള്ള ആഗ്രഹം. പക്ഷെ എനിക്ക് ആ ടൈമിൽ മാത്രമേ പെയിനുള്ളൂ. തെറ്റുന്ന ടൈമിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ മാറുമായിരുന്നു. അപ്പം ഞാനത് നോർമൽ ഇഞ്ചുറി ആണെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവരുന്ന ഒരു തീരുമാനമായി, സർജറി ഒക്കെ കഴിഞ്ഞ്. അപ്പം ആ സമയത്ത് ഡോക്ടർ എടുത്ത് വരുമ്പോൾ ഈ ലോങ് ഒരു പ്രൊസീജിയറാന്ന് പറയുന്നുണ്ടല്ലോ, അതായത് റിക്കവറി പീരീഡ് ലോങ് ആണെന്ന് അറിയാം, 5 മണിക്ക് പന്ത് തട്ടാതെ പറ്റത്തുമില്ല. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് അക്ഷമ ഹാൻഡിൽ ചെയ്തത്? കാര്യം ഇത് ചെയ്താലേ പിന്നെ കളിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. വേറെ പിന്നെ അത് വെച്ച് പിന്നെ കളിക്കാൻ പറ്റില്ലെന്ന് ഉറപ്പായി. പിന്നെ അവസാന ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഓടാൻ പറ്റാതായി. നമ്മൾ ബീച്ചിൽ കൂടിയൊക്കെ നടക്കുവാണെങ്കിൽ മുട്ട് ലോക്കാവുന്ന പോലെ ഫീലൊക്കെ ആയി.
ഇപ്പം എനിക്ക് മനസ്സിലായി. ഡോക്ടറെ ഗതിയില്ലാതായപ്പോ വന്നതാ. അതെ, അതെ, ഞാൻ ജയിക്കാൻ പോയിട്ട് 1-2 കൊല്ലം ഓടി നടന്നേ. മറ്റു ശരീരം പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് പുള്ളി. അതെ അതെ. അപ്പോൾ ഇവിടെ കിൻഡർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ മനോജ് ഡോക്ടറെ കാണുന്ന സമയത്ത് അതിന് ശേഷമുള്ള ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഓർത്ത് കഴിയുമ്പോൾ ദൈവമേ ഭാഗ്യം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം എന്താണ്? ഡോക്ടർ നല്ല ഫ്രണ്ട്ലി ആണ്. എന്ന് വെച്ചാൽ ഞാൻ ഇത്ര നാൾ കണ്ടത് വെച്ച് ഏറ്റവും ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ എനിക്ക് എന്തും ചോദിക്കാം. നോർമലി ഡോക്ടർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മുഷിപ്പാണ് നോർമലി. പക്ഷെ ഡോക്ടർ എനിക്ക് എക്സാമ്പിൾ സഹിതം അപ്പം കാണിച്ച് തരും, എല്ലാം പറഞ്ഞു തരും. അല്ല അതുകൊണ്ടാണല്ലോ ഈ 4 വർഷമായിട്ട് ഞങ്ങൾ തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും അങ്ങനെ പോകുന്നത്. അങ്ങനെ അവസാനം കളിക്കാൻ ഇതെല്ലാം കഴിഞ്ഞ് കളിക്കാൻ ഇറങ്ങിയ സമയത്ത് ഫീലിംഗ് എന്തായിരുന്നു? കളിക്കാൻ ഇറങ്ങിയ സമയത്തല്ല, ഈ റിഹാബ് ടൈമിൽ ഈ ഞങ്ങളവിടെ ടർഫ് വരുന്ന ടൈമാണ്. അപ്പം ഞാൻ നടന്നൊക്കെ തുടങ്ങി, പക്ഷെ കളിക്കാൻ പറ്റില്ല. അപ്പം എനിക്കിങ്ങനെ ഭയങ്കര ആഗ്രഹം ഇത് തട്ടണം എല്ലാവരും പറ്റില്ല. എന്നാലും ഞാൻ പയ്യൊക്കെ പോയി ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ തട്ടിയൊക്കെ നോക്കും. അല്ല കോണ്ടാക്ട് സ്പോർട്സ് ചെയ്യാൻ പറ്റില്ലെന്നുള്ളൂ, എന്നാലും എനിക്ക് തന്നെ തട്ടാൻ പറ്റും ഒരാഗ്രഹം. നമുക്കൊരു ക്യാമറ ഫിറ്റ് ചെയ്ത് വിടാൻ പറ്റില്ലല്ലോ. അവനവന്റെ മുട്ടാന്ന് ഓർക്കണമല്ലോ. പക്ഷെ എന്നാലും പിന്നെ കളിക്കാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അല്ല കോൺഫിഡൻ്റ് ആയിരുന്നു, കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കളിക്കാനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പഴയ പോലെ തന്നെ എനിക്ക് കളിക്കാൻ പറ്റി. ഇച്ചിരി ബോഡി വെയിറ്റ് കൂടിയെന്നുള്ളൂ, അല്ല വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് ദിവസം എടുക്കും നമുക്ക് കണക്ഷൻ കിട്ടാൻ. കാര്യം ഇത്രയും ലോങ് പീരീഡ് 1 വർഷത്തോളം മാറി വയ്ക്കുമ്പോഴത്തേക്കും അത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ശരിയായി. കളിക്കാൻ പറ്റുന്നുണ്ട്, ഇപ്പോഴും കളിക്കാൻ പറ്റുന്നുണ്ട്. ഒന്നും കളിക്കാനാണ് വന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ഇത്രയും സമയം ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞത് താങ്ക് യു സോ മച്ച്. ഇനി എന്തെങ്കിലുമൊക്കെ വരാതിരിക്കട്ടെ, ഐശ്വര്യമായി പരിക്കുകളില്ലാതെ കളിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. താങ്ക് യു വിഷ്ണു. ഡോക്ടർ പറഞ്ഞ റീഹാബ് വൃത്തിക്ക് ചെയ്യാതിരുന്ന ഒരാളാണ്, അതിനിടയിലും പോയി തട്ടിയിട്ടൊക്കെ ഉണ്ട് ബോൾ. ആദ്യം ഇഞ്ചുറി കുറച്ച് നാൾ വെച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം ഇപ്പോൾ കളിക്കുന്ന പ്ലെയേഴ്സിൻ്റെ അടുത്ത് ഇപ്പോൾ കുട്ടികൾ തുടങ്ങി ഒരുപാട് ആളുകൾ ഫുട്ബോളിലേക്കും ക്രിക്കറ്റിലേക്കും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫുട്ബോളേഴ്സിനോട് പ്രത്യേകിച്ച് ആ വരുന്ന തലമുറയോട് പ്ലെയേഴ്സിനോട് എന്താണ് ഇഞ്ചുറിയെക്കുറിച്ച് പറയാനുള്ളത്? എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ കളിക്കാതിരിക്കുക, പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുക, അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യുക, റെസ്റ്റ് എടുക്കുക. ചെറിയ ഇഞ്ചുറി ആണെങ്കിലും കളിക്കാതിരിക്കുക. കളിച്ചത് വലിയ ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ കുറേ നാൾ കളിക്കാതിരിക്കാൻ വരും. വേറെ ഇതാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ പ്രോപ്പറായിട്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അത് നല്ല ഇത് കിൻഡർ പോലെയുള്ള നല്ല സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് അവർ പറഞ്ഞ അനുസരിക്കുക. അതെ അനുസരിക്കുക. അപ്പോൾ താങ്ക് യു വിഷ്ണു. ഓക്കെ.